നമസ്തേ. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി നമുക്ക് രാമായണത്തിലെ ഓരോരോ മൂല്യങ്ങളെ പരിചയപ്പെട്ടാലോ? ഇന്ന് ഒരു കഥയിലൂടെ തുടങ്ങാം. ഒരിക്കൽ കുഞ്ഞുണ്ണി തൻ്റെ മുത്തശ്ശനോട് ചോദിച്ചു, എന്തിനാണ് മുത്തശ്ശ രാമായണം വായിക്കുന്നത്? ഇത് കേട്ടപ്പോൾ മുത്തശ്ശന് വലിയ സന്തോഷമായി. നല്ല ചോദ്യം. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആദ്യം ഒരു കഥ പറഞ്ഞു തരാം, അതിനുശേഷം കുഞ്ഞുണ്ണിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ആഹാ, കഥയോ? ആരുടെ കഥയാ മുത്തശ്ശ? അതൊരു പരുന്തിൻ കുഞ്ഞിൻ്റെ കഥയാണ്. ഒരിക്കൽ വിരിയാൻ വെച്ചിരുന്ന കോഴിമുട്ടകളുടെ കൂട്ടത്തിൽ ഒരു പരുന്തിൻ്റെ മുട്ട വന്നുപെടാൻ ഇടയായി. കുറേ ദിവസങ്ങൾക്ക് ശേഷം കോഴിമുട്ടകൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി. ഒപ്പം പരുന്തിൻ്റെ കുഞ്ഞും. താനൊരു പരുന്തിൻ്റെ കുഞ്ഞാണെന്നതറിയാതെ അതും കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം വളർന്നു. കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കൊത്തിപ്പെറുക്കി തിന്നും അവയെപ്പോലെ പറന്നും വളർന്നു. ഒരു ദിവസം ആകാശത്തിലൂടെ ഒരു വലിയ പരുന്ത് പ്രൗഢിയോടെ പറക്കുന്നത് ഈ പരുന്തിൻ കുഞ്ഞ് കാണാനിടയായി. അപ്പോൾ പരുന്തിൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചു, അതേതാണ് മനോഹരമായ ആ പക്ഷി? അപകടം മനസ്സിലാക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ മറുപടി നൽകി, അതാണ് പരുന്ത്, പക്ഷികളുടെ രാജാവ്. അവ വളരെ ഉയരത്തിൽ പറക്കും. അതുപോലെ പറക്കാൻ നമുക്കാവില്ല, നമ്മൾ കോഴികളല്ലേ. കൂടുതലൊന്നും ചിന്തിക്കാൻ പരുന്തിൻ കുഞ്ഞ് മിനക്കെട്ടില്ല. അത് തൻ്റെ കഴിവുകളും മഹത്വവും ഒന്നും അറിയാതെ ഒരു കോഴിയായി ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. ഇതാണ് കഥ. മോനെ കുഞ്ഞുണ്ണി, നമ്മുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. അത് ഒരു തീപ്പൊരിയായി നമ്മിലുണ്ട്. അതിനെ നമ്മൾ ഊതി കത്തിച്ചു കൊണ്ടുവരണം. പക്ഷേ പലപ്പോഴും ഒപ്പമുള്ളവർ നമ്മെ അതിനായി വഴി കാട്ടാറില്ല. അതുകൊണ്ട് നമ്മുടെ മഹത്വമോ കഴിവുകളോ മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നു. നാം ആരാണെന്നും നമ്മുടെ കഴിവുകൾ എന്താണെന്നും അറിയാൻ രാമായണം പോലെയുള്ള ഉത്തമ ഗ്രന്ഥങ്ങൾ നമ്മെ സഹായിക്കും. ശരി മുത്തശ്ശ, ഞാനിനി മിഠായിയൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസ സൂക്ഷിച്ചു വെച്ച് നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങും, അവ വായിക്കും. അതുപോലെ അവ എൻ്റെ കൂട്ടുകാർക്കും നൽകും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നല്ലത് കുഞ്ഞുണ്ണി, പുസ്തകങ്ങളാണ് നമ്മുടെ നല്ല കൂട്ടുകാർ.